ഇനിയാണ് നമ്മുടെ മാസ് എൻട്രി ക്യാമിയോ റോളിൽ എത്തിയിട്ടുണ്ട് ഞാൻ. ഓക്കെ, ശരിക്കും ഡബിൾ എന്നല്ല ട്രിപ്പിൾ എന്നല്ല, നിങ്ങൾ കളിക്കുന്ന ഗെയിം എന്റെ അടുത്ത് മൂപ്പൻ വരെ എന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞതാ. നിങ്ങൾ വിചാരിക്കുന്നതാണ് കല റസൂൽക്ക കുറെ പേര് കുറെ പെണ്ണുങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. മൂപ്പൻ എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളോ മൂപ്പൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന, നമുക്ക് വളരെ അടുത്തറിയാവുന്ന കക്ഷിയാണ്. എന്നെ സജിനെയൊക്കെ അറിയാവുന്ന മൂപ്പൻ വ്ളോഗിലെ മൂപ്പനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊക്കെ ഞാൻ വന്നിട്ടും ഞാൻ നിങ്ങളല്ല എന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടും ഞാൻ നിങ്ങളല്ല, നിങ്ങൾ തന്നെ വിശ്വസിക്കുന്നു. അത് ആ മൂപ്പൻ ഇട്ടോളൂ, അത് മൂപ്പൻ ഇട്ടോളൂ. അത് നിങ്ങൾ ഇട്ടിട്ടില്ലെങ്കിൽ അത് ഓക്കെ, നിങ്ങൾ ഇട്ടിട്ടില്ലെങ്കിൽ ഇട്ടേക്ക്, അത് എനിക്ക് വിഷയമല്ലല്ലോ. അതെ, പുള്ളിക്കാരന്റെ അങ്ങനെ സംഭവമില്ലേ, പുള്ളി അത് വിടണ്ടേ, പുള്ളിക്ക് അതൊക്കെ ട്രിഗറായി. അത് അങ്ങനെ കേട്ടപ്പോ പുള്ളിക്കാരൻ അത് ഏത് പെണ്ണുങ്ങൾ അങ്ങനെ പറയും പോലും ഞാൻ എന്നെ അറിയാം, ഞാൻ അത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്ന ഞാൻ. അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ അല്ല തന്നത്, അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പൊ നമ്മള് കറക്റ്റ് നിങ്ങളെ പീഡിപ്പിച്ച് മേടിച്ച് സാധനം അള്ളാഹൊക്കെ ഇതിനകത്ത് ഇല്ലേ ഞങ്ങളോട് ഇൻജെക്ട് ചെയ്ത സാധനം അല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണ് നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്നത് നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? ഇപ്പോൾ ഈ കേട്ടത് ഇതിന്റെ ഒരു സംഭവം ആലോചിച്ച് നോക്കണേ. അദ്ദേഹം ഒരു കുഞ്ഞിനെ ആ സ്ത്രീക്ക് അവരുടെ എന്താണ് ഒരു ലൈഫ് പാർട്ണർ പദവിയാണോ എന്ത് സംഭവമാണോ ഓഫർ ചെയ്തിരിക്കുന്ന അറിയത്തില്ല. എന്താണെങ്കിലും ഒരുമിച്ച് പോകുക എന്നുള്ള തീരുമാനത്തിലാണ് മുന്നോട്ട് പോയത്. അതിലൊരു കുഞ്ഞിനെ കൊടുക്കുകയും ചെയ്തിട്ട് അവസാനം ആ കുഞ്ഞായെന്നുള്ള കാര്യം മണ്ടത്തരമാണോ എന്നുള്ള കാര്യം തനിക്ക് പണി കിട്ടിയാലോ എന്ന് കരുതിയിട്ട് ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. ആ ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തിനോട് പറയാതെ തന്നെ ഇത് കുഞ്ഞിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യമാണ്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഫിറോസിക്കയുടെയും സജനാത്തയുടെയും വിഷയം വളരെ രൂക്ഷമായ രീതിയിൽ അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ ഇതിന് മുമ്പ് ലാസ്റ്റ് ഞാൻ എൻ്റെ മെയിൻ ചാനൽ മൂപ്പൻ വ്ളോഗ്സിൽ ചെയ്തിട്ടുള്ള വീഡിയോയ്ക്കകത്ത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ ആ വിഷയത്തിൻ്റെ അകത്ത് പറഞ്ഞു നിർത്തിയൊരു കാര്യമുണ്ട്. ഇതിവിടെ ഇങ്ങോട്ട് നിൽക്കത്തില്ല, ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരുത്തുന്നുണ്ട്. അന്ന് ആ സമയത്ത് ഈ വിഷയം നടക്കുന്ന സമയത്ത് ഈ രണ്ട് വ്യക്തികളോട് സംസാരിച്ച ഒരാളാണ് ഞാൻ മാത്രമല്ല, നമ്മുടെ ചില സുഹൃത്തുക്കൾ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ സംസാരിച്ച സമയത്ത് തന്നെ ഇതിനകത്ത് ഇത് എവിടെ കൊണ്ട് തീരത്തില്ലെന്ന് എനിക്ക് അന്നും ഉറപ്പായിരുന്നു. പക്ഷേ ഞാൻ ആകെ ഇവരോടൊക്കെ പറഞ്ഞത് പബ്ലിക്കിലേക്ക് കിടന്ന് പരമാവധി ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ള കാര്യമാണ്. പക്ഷേ അതെല്ലാം കൈവിട്ട് പോയി. ഇപ്പം എല്ലാം പുറത്ത് വന്നിട്ടുണ്ട്. കുറേ ഇനിയുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിവിടെ കൊണ്ട് തീരണ കേസൊന്നുമല്ല, ഇനിയും ഒരുപാടുണ്ട്. അത് ഉള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അതൊക്കെ സമയമാകുമ്പോൾ ചിലപ്പോൾ വരുമായിരിക്കും. എന്തായിരുന്നാലും ഫിറോസിക്കയുടെ വീഡിയോ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സജനാത്തയുടെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് കാണാം. അപ്പോൾ ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം ഫിറോസിക്കയുടെ വീഡിയോയുടെ ചില ഭാഗങ്ങൾ ആദ്യം കാണാം. അതിനിടയ്ക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വന്ന സമയത്ത് അതിനകത്ത് എൻ്റെ പേര് ഒരു വോയിസ് ക്ലിപ്പിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അതിനകത്തൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണമല്ലോ, അതൊക്കെ നമുക്ക് സംസാരിക്കാം. ആദ്യം ഇത് നോക്കാം. നാളെ ഒരുപക്ഷെ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. കാരണം അത്രയും വലിയവരാണ് ഈ നിൽക്കുന്നത്. അത്രയും കള്ളക്കേസിൽ എന്നെ കൊടുക്കേക്കാം. കാരണം അത്രയും ക്രിമിനൽ മൈൻഡുള്ളവരാണ് സജിന ഉൾപ്പെടെ. സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും അവരുടെ ടീമിൻ്റെ ഓവർ സ്മാർട്ടാണ് എന്നെപ്പോൾ ഈ ഒരു കുടുക്കിൽ കൊണ്ടുവന്ന് എന്നെ ഇതെല്ലാം പറയാൻ കാരണമാക്കിയത്. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് കഴിയില്ല ഫിറോസിനെതിരെ. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് കഴിയില്ല ഫിറോസിനെതിരെ. ഫിറോസിന്റെ കയ്യിൽ ഏറ്റവും വലിയ ആയുധമാണ് ഈ എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാർക്ക് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമസ്കാരം. ഇവിടെ ആദ്യം ആ ഒരു ഹൈലൈറ്റ് ആയിട്ട് അയക്കുന്ന സംഭവത്തിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് മൊത്തത്തിൽ ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് ലാസ്റ്റ് ഈ വീഡിയോ മെയിൻ ചാനൽ നോക്കി അറിയാം. അതിനകത്ത് ഞാൻ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. അത് ഫിറോസിക്ക, ഇപ്പം ഞാൻ ഫിറോസിക്കയായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ഉള്ള ഒരാളാണ്. ഫിറോസിക്കയുടെ നമ്മൾ ഇപ്പോഴും കോൺടാക്ട് ഉള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ചോദിച്ച സമയങ്ങളിലൊക്കെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരുമിച്ച് നിങ്ങൾക്ക് പൊക്കൂടെ, ഒരു വിഷയങ്ങളൊക്കെ തീർത്തിട്ടെങ്കിൽ പൊക്കൂടെ. ഞാൻ ആ വീഡിയോക്കകത്ത് ഇങ്ങനെ തന്നെ സംസാരിക്കുന്നത്. അപ്പോഴും പുള്ളിക്കാരൻ പറഞ്ഞു, അല്ല അത് നടക്കത്തില്ല, അതൊക്കെ അത് കഴിഞ്ഞു എന്നൊക്കെ പറയും. ഞാൻ എന്താണ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും വലിയ ഇഷ്യൂ എല്ലാം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, കുഴപ്പമൊന്നുമില്ല. കാരണം മനുഷ്യൻ ഇതുവരെ ഈ പുള്ളിക്കാരിയെ കുറിച്ച് അങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ എന്നോട് പറഞ്ഞിട്ടില്ല, വേറെ ആരുടെ പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, അറിയാത്തായിട്ട് പറയാൻ പാടില്ല. അപ്പോൾ പുള്ളി എപ്പോഴും ഞാൻ ആ വീഡിയോ സൂചിപ്പിച്ചവർ തന്നെ പുള്ളി എപ്പോഴും വിഷണ്ണനായി ഒരുമാതിരി മുഖമൊക്കെ ഒരുമാതിരി ഒരു സാഡ്നെസ്സോട് കൂടി തന്നെ നടക്കുന്ന കണ്ടിട്ടുള്ളത്. അന്ന് ഞാൻ ഈ ഒരു വിഷയം മറ്റേ വീഡിയോ സജനത്തയുടെ വീഡിയോ വന്ന സമയത്ത് ഞാൻ പുള്ളിക്കാരിയോട് സംസാരിച്ചു. ഇതൊക്കെ ഇതാണ്. അത് മാത്രമല്ല ഇത് കേൾക്കുന്ന, അതായത് മറ്റൊരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയെക്കുറിച്ചൊക്കെ പല കാര്യങ്ങളും അത് കേൾക്കുന്ന അത്ര നല്ലതല്ല. ഞാൻ പുള്ളിക്കാരിയോട് ഞാൻ അന്നൊരു ഞാൻ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം ശരിയല്ല, ഒന്ന് സൂക്ഷിക്കണം എന്നുള്ള കാര്യം അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. സോ ഇപ്പോൾ ഇതിനകത്ത് ആ ഒരു നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലോകം മൊത്തം അറിയിച്ച നീയല്ലേ എന്ന് പറഞ്ഞിട്ട് സജനത്തെ ബ്ലെയിം ചെയ്യുന്നതാരാ?
അതോടൊപ്പം തന്നെ സജിനാത്തയുടെ കുറേ അധികം റിലേഷൻഷിപ്പ് കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പുറത്ത് വന്നേക്കുന്നത്. അത് ആ മനുഷ്യൻ അതൊക്കെ എടുത്ത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് എടുത്തിട്ടേക്കുന്നു. ഇനിയിപ്പോൾ അവർക്ക് അവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പറയാനുണ്ടോ അറിയത്തില്ല, എങ്കിലും ആ മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ടാവുന്ന ഒരു മാനസിക സംഘർഷം, ഒരു എന്താ പറയുക, നമ്മളിപ്പം എന്താ പറയുക അതിനല്ലേ, ഒരു വല്ലാത്തൊരവസ്ഥ. അത് ശരിക്കും വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. 10 വർഷം നീണ്ടു നിൽക്കുന്ന ജീവിതാനുഭവങ്ങളുടെ വലിയ ഫയലിലെ ഒരു അവസാന ചാപ്റ്റർ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. ആ ചാപ്റ്റർ തുറക്കുമെന്ന് ഭയന്ന് ആ ചാപ്റ്ററിലെ പ്രഗത്ഭനായ ക്രിമിനൽ ഷുഗർ ഡാഡി വുമണൈസർ ആയ മിസ്റ്റർ റസൂൽ പൂക്കുട്ടി, ആ റസൂൽ പൂക്കുട്ടിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി 101% കെട്ടിച്ചമച്ച ലിറ്ററലി ഫേക്കായ മാനിപ്പുലേറ്ററായ ഒരു കള്ളക്കഥ ജീവിതത്തിലെ നല്ല ഒന്നാന്തരം അഭിനേത്രിയായ മറ്റൊരു ക്രിമിനലുമായ, ആ വാക്കെനിക്ക് ഉപയോഗിക്കേണ്ടി വരും, അപ്പോൾ ക്രിമിനലുമായ നാക്കിന് എല്ലില്ല എന്ന ലൈസൻസോടെ എന്തും വിളിച്ചു പറയും, ആരെയും കരിവാരിത്തേക്കാം, ആരെയും വികൃതമാക്കാം എന്ന രീതിയിൽ സജിന വന്ന് അദ്ദേഹത്തിൻ്റെ മുഖം രക്ഷിക്കുമ്പോൾ അവൾ ഒരിക്കൽ പോലും ഓർത്തില്ല ഒരു 10 വർഷം അവളുടെ കൂടെ അടിമയെ പോലെ അവളെ എന്ന് പറഞ്ഞ് അവളെ മാത്രം സ്നേഹിച്ച് ജീവിച്ച ഒരാൾ, അവളുടെ കുഞ്ഞിൻ്റെ തന്തയായ എന്നെ ഇങ്ങനെ റസൂലിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വിക്ടിമൈസ് ചെയ്യുമ്പോൾ ഒരു 0.1% പോലും മനുഷ്യത്വത്തിൻ്റെ ഒരു കണികയും അവളുണ്ടായിരുന്നില്ല. പുള്ളിക്കാരൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് കേട്ടോ ഫൈറ്റിന് ഇറങ്ങിയിരിക്കുന്നത്. കാരണം പുള്ളിക്കാരൻ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മളോടൊക്കെ വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ പോലും പറയാത്ത കാര്യങ്ങൾ പബ്ലിക് ഡൊമൈനിലേക്ക് പബ്ലിക്കിലേക്ക് തന്നെ അതിൻ്റെ തെളിവടക്കം കൊണ്ട് ഇടണമെങ്കിൽ പുള്ളി ഏത് സിറ്റുവേഷനിലേക്ക് എത്തി എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ റീസെൻ്റ്ലി കണ്ടൊരു കാഴ്ചയാണ്. അതിന് മുമ്പും സജിനാത്തയുടെ വീഡിയോ വന്നു. അതുപോലെ തന്നെ ഇപ്പം പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാ ഹാൻഡിലിൻ്റെ അകത്ത് കുറേ ആൾക്കാർ എനിക്ക് അയച്ചിരുന്നത്, അവരുടെ ഹാൻഡിലിൽ നിന്നും ഹാക്ക് ചെയ്യപ്പെട്ടെന്നോ, അത് ആ ഒരു സാധനം അവരുടെ എന്തോ ഒരു സ്റ്റോറിയിൽ ഇത് വന്നു എന്നോ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ വന്നു. ആക്ച്വലി ഞാൻ നിൽക്കുന്ന മേഖല ഇപ്പോൾ ഞാൻ ഓക്കെ, അത് ഞാൻ വളരെയധികം പബ്ലിക്കിലാക്കുന്നില്ല, എന്നാലും ഓക്കെ, അത് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും പറയാം, ആ ഒരു ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ സാധനമൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം ബാലിശമായി പോയി എനിക്ക് തോന്നി. അതൊക്കെ ഒരു വല്ലാത്തൊരു സംഭവമാണ്. കാരണം ഇത് ഏറ്റവും സിംപ്ലി നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൊക്കെ ഒരാൾ വേറെ ഏതൊക്കെ ഡിവൈസ് ലോഗിൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം സിമ്പിളായിട്ട് ആ ഡിവൈസിൽ തന്നെ അത് കാണിച്ചു തരും. അത് ഏത് വ്യക്തിയുടെ കയ്യിലുള്ള ഫോണാണെന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരുപാട് റിസ്ക് ഒന്നും വേണ്ട. അത് ലാസ്റ്റ് ലോഗിൻ ചെയ്തേക്കുന്ന ഡിവൈസ് പോലും നമുക്ക് അറിയാൻ പറ്റും. സോ അതൊക്കെ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാനതാ പറഞ്ഞു, ഞാൻ നിൽക്കുന്ന മേഖല, അതുകൊണ്ട് ഞാൻ തൽക്കാലം അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ അതൊക്കെ കണ്ടപ്പോഴും എന്നെ ഒരുപാട് പേര് ഇങ്ങനെ വീഡിയോ ചെയ്യും എന്നൊക്കെ പലതും പറഞ്ഞിട്ട് ഞാൻ ചെയ്യാത്തെന്ന് പറഞ്ഞാൽ ഇത് തീർന്ന് പോട്ടടേ, ഇത് നമ്മളായിട്ട് ഇതിനകത്ത് കൊണ്ടൊന്നും ഇനി വയ്ക്കുന്നില്ല. കാരണം 2 പേര് എനിക്കറിയുന്നവരാണ്. നമ്മളായിട്ട് ഇനി ഇതിനകത്തുള്ള കാര്യം ഇതാണെന്ന് പറയുമ്പോഴേക്കും എടാ നീ എന്നോട് സംസാരിക്കുന്നില്ല, അതുപോലെ ഇക്കയും പറയും എടാ നമ്മൾ സംസാരിക്കുന്നവരല്ലേടാ. അപ്പം ഞാൻ ഇതിനകത്ത് 2 പേരെ അറിയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ പല കാര്യങ്ങളും ചവച്ച് പറയുന്നതല്ല. ഇത് എങ്ങനെ പറയും, മനസ്സിലാവുന്നുണ്ടോ? കാരണം നമ്മളായിട്ട് പറയുന്നില്ല, അവരായിട്ട് പറയുന്നെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ അവരായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സജിനത്തയുടെ വീഡിയോയുടെ നമുക്ക് പിന്നെ നോക്കാം. പക്ഷേ ഫിറോസിക്ക് ആരോപിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് തെളിവടക്കമാണ് വെച്ച് സംസാരിച്ചേക്കുന്നത്. അപ്പോൾ ഈ സജിനാത്ത് ലാസ്റ്റ് അവരുടെ ഇൻസ്റ്റാ ഹാൻഡിൽ അതിൽ നിന്നും പോയ ഒരു സ്റ്റോറി എന്ന് പറയപ്പെടുന്ന ഒരു കാര്യം പുറത്തേക്ക് വന്നു എന്നുള്ളൊരു കാരണമാണ് ഇപ്പോൾ അതിനുശേഷം അവർ വളരെയധികം വിഷണ്ണയായി വേദനിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിലുള്ള ആളെ കോടതി കയറ്റും, അതുപോലെ തന്നെ കേസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. സൈബർ സെല്ലിലേക്ക് എങ്ങാനും ഈ ഒരു കേസ്, അത് ഞാൻ ചിന്തിച്ചാണ്, സൈബർ സെല്ലിലെങ്ങാനും ആ ഒരു സാധനം കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അത് ആരെ പൊക്കും എന്നുള്ള കാര്യമാണ് ഞാൻ ആലോചിച്ചത്. കാരണം അവർക്ക് ഒരുപാടൊന്നും സമയം ചിലവഴിക്കേണ്ടി വരത്തില്ല. വളരെ സിമ്പിളി തന്നെ ആ സാധനം അതിൻ്റെ ലോഗിൻ എന്താണെന്നുള്ള കാര്യം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വേയിലൂടെ ആരാണ് അതിനകത്ത് ലോഗിൻ ചെയ്യുക, ലോഗൗട്ട് ആയിട്ടുണ്ടാകും. പോട്ടെ, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിലേക്ക് കൊണ്ട് എല്ലാ പഴിയും ചാരുന്നത് പോലത്തെ രീതിയിലേക്കുള്ള കാര്യം വന്നതുകൊണ്ടാവാം മേ ബി പുള്ളി ഇങ്ങനെ വന്നത്. കാരണം ഇതെല്ലാം മാറിമറിയാം. ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നവർ നാളെ മാറ്റി പറഞ്ഞേക്കാം, ഇപ്പം മോശം പറയുന്നവർ നാളെ നല്ലതും പറഞ്ഞേക്കാം. ഇതൊക്കെ ഞാൻ ഈ 2 പേരോട് ഏതാണ്ടൊക്കെ സംസാരിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ബാക്കി കേൾക്കാം. ഓരോ തെറ്റുകൾക്കും ഞാൻ മാപ്പ് കൊടുത്തതിൻ്റെ കൂടെ കൂട്ടിയിരുന്നു ഈ കഴിഞ്ഞു പോയ 10 വർഷങ്ങൾ. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഈ അവസരം കൃത്യമായി തന്നെ, അതായത് സജിനയുടെ ഈ വീഡിയോ വന്നപ്പോൾ അത് കൃത്യമായി തന്നെ ക്രിമിനലായ റസൂൽ പൂക്കുട്ടിയും ടീമും അത് ഉപയോഗിച്ചു. റസൂൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ച യൂട്യൂബേഴ്സ്, അതിൽ പ്രധാനികളാണ് ഒരു പുരുഷനും ഒരു സ്ത്രീയും, പിന്നെ കുറച്ച് മെമ്പേഴ്സുമുണ്ട്. അവർ കൃത്യമായി ആ അവസരത്തെ മുതലാക്കി റസൂൽ പൂക്കുട്ടിയുടെ ന്യൂസിനെ അവർ പിന്തള്ളിക്കൊണ്ട് എൻ്റെ ന്യൂസിന് പ്രാധാന്യം കൊടുത്തു. അതായത് എന്നെ കരിവാരിത്തേക്കുന്ന രീതിയിൽ അവർ പ്രതിഷ്ഠിച്ചു. അതൊരു നല്ല ടീം വർക്കായിരുന്നു. ഇപ്പോൾ ഉണ്ടായ ഈ കോളിളക്കത്തിന് പ്രധാന കാരണം സജിന തന്നെയാണ്. എന്നെ ഇതിലേക്ക് വലിച്ചഴിച്ചതും സജിന തന്നെയാണ്. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോയുടെ, ഇങ്ങനെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു ഓപ്പൺ ബുക്കാകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവരുടെ ഓവർ സ്മാർട്ട്, സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും അവരുടെ ടീമിൻ്റെ ഓവർ സ്മാർട്ടാണ് എന്നെപ്പോൾ ഈ ഒരു കുടുക്കിൽ കൊണ്ടുവന്ന് എന്നെ ഇതെല്ലാം പറയാൻ. പുള്ളിക്കാരനെ ഇതിനകത്ത് കൊണ്ട് പറയിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് പുള്ളി ഇതിനകത്ത് തെളിവുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ,
അതിനകത്ത് ഏതൊക്കെയോ വീഡിയോസ് പ്ലേ ചെയ്ത് നോക്കാം. 9 ആഴ്ച എന്ന് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നു. പിന്നെ അത് ഡിലീറ്റ് ചെയ്യുന്നു. അതായത് കോംപ്രമൈസ് ആകുമ്പോഴത്തേക്ക് അത് ഡിലീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇത് കൈവിട്ട് പോയി എന്നറിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മെഴുകാനായിട്ട് അടുത്ത ഒരു കഥയുമായിട്ട് വരുന്നു, ഹാക്കിംഗ് കഥയുമായിട്ട് വരുന്നു. ഒരു കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. എനിക്ക് എൻ്റെ അക്കൗണ്ട് ഹാക്ക് ആയി പോയേക്കുമായിരുന്നു. ഭയങ്കര മെഗാസ്റ്റാർ ഹാക്കറാണ് കേട്ടോ. ആ ഹാക്കറിനെ നമുക്ക് നമ്മുടെ ഗവൺമെന്റിലോട്ട് മാറ്റണം. കാരണം പല കേസുകളും തെളിയിക്കാനുണ്ട്. സത്യം ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ഈ പെണ്ണ് കൊണ്ട് ഇട്ടപ്പോഴത്തേക്കും ഒരു കാര്യം ആലോചിക്കണം. നമ്മളും ഈ അരിയാഹാരം തന്നെ കഴിക്കുന്നത്. അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുമെന്നതാണ്. വാട്ട് ടുക്ക് യു സോ ലോങ് ടു റെസ്പോണ്ട്? എനിക്ക് അതാ മനസ്സിലാവും. അത് ഇത് ഹാക്കർ എന്നുള്ള അങ്ങനെ എനിക്ക് ഹാക്കർ ആണെങ്കിൽ സജിന ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, സൈബർ വഴി കേസ് കൊടുത്തിട്ട് ആര് ലോഗിൻ ചെയ്തത് എവിടുന്നാണ്, ഈ പോസ്റ്റ് എവിടുന്ന് ഏത് റീജിയനാണ് പോസ്റ്റ് ചെയ്തതെന്നൊക്കെ സൈബറിന് കണ്ടുപിടിക്കാൻ പറ്റുന്ന കേസേ ഉള്ളൂ. ഈ സൈബറിനൊന്നും അത്രത്തോളം പോകേണ്ടി വരത്തില്ല. സീരിയസ്ലി ഞാൻ പറയാം, ഇത് വളരെ സിമ്പിൾ മെത്തേഡിലൂടെ ഈ സാധനം, ഇതിൻ്റെ ഈ ഒരു സാധനം ലോഗിൻ പരിപാടികളൊക്കെ കണ്ടെത്താൻ പറ്റുന്ന കാര്യമുള്ളത്. അത് ആ ഡിവൈസിൽ തന്നെ ഉള്ള സാധനമാണ്. സോ ഞാൻ അതാ പറഞ്ഞത്, ഇതൊക്കെ ഓക്കെ. അപ്പോൾ അത് ചെയ്യാം. അപ്പൊ ഹാക്ക് ചെയ്ത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ പ്രതിബിംബത്തെ തന്നെ നോക്കിക്കേണ്ട അവസ്ഥ വരും. ആ അവസ്ഥ എന്തായാലും സജിനിക്ക് വരാതിരിക്കട്ടെ. അക്കൗണ്ട് ഹാക്ക് ആയി പോയേക്കുമായിരുന്നു. പക്ഷെ എന്തൊക്കെ നമ്മൾ മെഴുകിയാലും പ്രപഞ്ചനീതി, ദൈവനീതി എന്നൊക്കെ പറഞ്ഞ ചില സാധനങ്ങളുണ്ട്. അത് സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരു എളുപ്പമില്ലാതെ ഇങ്ങനെ പച്ചക്കള്ള അടിച്ചടി മാറ്റി പറഞ്ഞ് ജനങ്ങളെപ്പോലും വിഡ്ഢികളാക്കാൻ കാണിക്കുന്ന ഈ ഒരു മനസ്സ്. അപ്പോൾ എന്തായിരിക്കും 10 വർഷമായിട്ട് ഞാൻ കൂടുതൽ പെന്നെ പൊട്ടനാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഏതായാലും അവൾ ആദ്യം ഇട്ട പോസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ ആണ്. ഇവളുടെ വീഡിയോയും ഇവളും അതെനിക്ക് സെൻഡ് ചെയ്തു. അല്ലെങ്കിൽ ആ ഓഡിയോ അങ്ങനെ ഒരു ഓഡിയോ ഒരിക്കലും എനിക്ക് കിട്ടേണ്ടതല്ല. അത് ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് കേൾപ്പിക്കാം. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ഫിറോസിനെതിരെ. തൽക്കാലം ഉണ്ടായിരുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഷാജിയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ, അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് ഈ ഫിറോസിക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പൂക്കുട്ടി സാറ് വളരെയധികം കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് എന്ത് കാരണം കൊണ്ടാണ്? നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാളെ നമ്മളിപ്പോൾ ഓക്കെ, ഒരാളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തെറ്റെന്ന് തന്നെ പറയണം, ശരിയുണ്ടെങ്കിൽ നമ്മൾ ശരിയെന്നും പറയണം. ഇവിടെ ഇപ്പം സജിന എന്ന് പറയുന്ന വ്യക്തിയെ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഫിറോസിക്കെതിരെ കേസ്, സ്ട്രോങ് ആയിട്ടൊരു കേസ് കൊടുപ്പിച്ചിട്ട് സംഭവം സ്ഥിതി വഷളായതുകൊണ്ട് ഒരാൾക്കെതിരെ കേസ് കൊടുത്ത് അയാളെ നിശബ്ദനാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നൊരു കാര്യം, അത് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ചെയ്ത ഒരു കാര്യം എന്താണ്? അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമല്ലോ. ഒരൊറ്റ റീസണേ ഉള്ളൂ. എന്താ സംഭവം? ആ പ്രഗ്നൻസി സംഭവം പുറത്തു വന്നത്. ആ ഒരൊറ്റ കാര്യം സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്നും ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങാനും തെളിവുകൾ പുറത്ത് ഇദ്ദേഹം വിട്ടാലോ എന്നുള്ളൊരു ഭയം കാരണം ഇവിടെ പൂക്കുട്ടി സാറ് കളിച്ചേക്കുന്ന കളി ചില്ലറ കളിയൊന്നുമല്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു മനുഷ്യത്വഹീനമായിട്ടുള്ള രീതിയിൽ ഒരു മനുഷ്യൻ്റെ, ഇപ്പോൾ ഫിറോസിക്ക തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിറോസിക്കയുടെ തെറ്റായിട്ട് പുറത്തു വരട്ടെ. ഞാനതേ പറയുന്നുള്ളൂ. ഫിറോസിക്ക തെറ്റ് ചെയ്തിട്ടുണ്ടോ, അത് പുറത്തു വരട്ടെ. അയാളുടെ തെറ്റുകൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ അംഗീകരിക്കത്തോ അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കത്തൊന്നുമില്ല. ബട്ട് അതേ സമയത്ത് അയാൾ എന്ത് തെറ്റിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾക്കെതിരെ കേസ് കൊടുത്ത് അയാളെ നിശബ്ദനാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ് ചിന്തിക്കണ്ടേ? എന്താണ് അതെന്താണ് നമ്മൾ അത് വാലിഡേറ്റ് ചെയ്യാതെ പോകേണ്ടത്? അത് വേണമല്ലോ. അതിന് ന്യായം വേണ്ടേ? അയാളുടെ ഭാഗത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അയാളെ നിശബ്ദനാക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇദ്ദേഹത്തിൻ്റെ ചേതോവികാരം എന്താ? ഇനി ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം ഫിറോസിക്കയും സജിനയും തമ്മിലുള്ള വിവാഹബന്ധം 3 വർഷത്തിന് മുമ്പ് വിവാഹബന്ധം വേർപെട്ടു. അതിനുശേഷം ഇദ്ദേഹം, അതായത് നമ്മുടെ സജിനത്തെയും നമ്മുടെ ഈ പൂക്കുട്ടി സാറും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമോ മറ്റുള്ള കാര്യങ്ങളോ എന്ത് തരം ബന്ധമായിരുന്നാലും അവർക്ക് ഓക്കെ ആണെങ്കിൽ ഈ രാജ്യത്ത് ഭരണഘടന അനുവദിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ല. അവരതിനകത്ത് കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കുന്നതിനോ അത് ചെയ്യുന്നതിനോ കുഴപ്പമില്ല. പക്ഷേ ആ സാധനം പബ്ലിക്കിലേക്ക് അറിയാൻ പാടില്ല എന്നുള്ളൊരു വാശിയുള്ളൊരു മനുഷ്യനാണ് ഈ സജിനാത്തയുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡേഞ്ചറസ് ഫിറോസ് എന്നുള്ള വ്യക്തിയും ഡേഞ്ചറിലാണ്, അതോടൊപ്പം തന്നെ സജിനയും ഡേഞ്ചറിലല്ലേ? അങ്ങനെ ഒരു കാര്യമില്ലേ? ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് കുറച്ച് സമയത്തേക്ക് മൂടിയിരിക്കുന്നു. അത്രേ ഉള്ളൂ. ഒരുപാട് കഴിയുമ്പോൾ എന്താണെന്ന് കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തെല്ലാം ഞാൻ കൂടെ നിൽക്കാം. അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല. കണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്ത് ഞാൻ കൂടെ നിൽക്കാം. തരും നല്ല പൊന്നുപോലത്തെ മനുഷ്യനാ നോക്കേ. വലിയ പൈസ അച്ഛൻ ആക്ച്വലി മറ്റവരുടെ കൂടെയാണുള്ള കാര്യം എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്. അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. ഇവര് ഇപ്പോൾ ഈ പ്രഗ്നൻസി എന്നുള്ളൊരു കാര്യം, സജിന പറയുന്നൊരു കാര്യം വെറുതെ ആയിരുന്നില്ല എന്നുള്ള കാര്യം ഇവിടെ അതും പ്രൂവ് ആവുന്നുണ്ടേ. നമ്മൾ പറയുമ്പോൾ എല്ലാം പറഞ്ഞു പോകണം. ഇവിടെ സജിന എന്നുള്ളൊരു വ്യക്തി പ്രഗ്നൻ്റ് ആയ ഒരു കാര്യം, ആ പ്രഗ്നൻസി സാധനം ഈ അച്ചായൻ എന്നുള്ള വ്യക്തിയോട് ഇദ്ദേഹം പറയുന്നതാണ്. ആര്? ഈ റസൂൽ പൂക്കുട്ടി ഇദ്ദേഹം തന്നെ പറയുന്നതാണ്. ആ പറയുന്ന കാര്യം അച്ചായൻ അറിഞ്ഞു. അച്ചായനിലൂടെയാണ് ഫിറോസിക്ക് അറിഞ്ഞു എന്നുള്ള കാര്യമാണ്.
അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി സജിന ആ ഒരു കാര്യം ഇയാളുടെ നാക്കിൽ നിന്ന് തന്നെ ഇയാളെ കൊണ്ടത് പറയിപ്പിച്ചു. ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. കണ്ടോ, ഓക്കെ, ഏറ്റവും വലിയ ആയുധമാണ് പ്രഗ്നന്റ് എന്നുള്ള കാര്യം. അയാളുടെ ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയായിരുന്ന സജിന, ഓക്കെ, ഇപ്പോൾ ഡിവോഴ്സ് ആയിട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത്. എനിവേ എന്തോ ആയിക്കൊണ്ട് പോട്ടെ. അപ്പം അവരിൽ ഉണ്ടായ പ്രഗ്നൻസി എന്നുള്ളൊരു കാര്യം പബ്ലിക്കിലേക്ക് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമം മാത്രമല്ല ഈ കാണുന്ന നൃത്തം. അതായത് സ്വന്തം മുഖം രക്ഷിക്കാൻ, സ്വന്തം അന്തസ്സ് രക്ഷിക്കാൻ വേണ്ടി, സ്റ്റാറ്റസ് രക്ഷിക്കാൻ വേണ്ടി, റെപ്യൂട്ടേഷൻ, ക്രെഡിബിലിറ്റി ഇതൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു മനുഷ്യനെ നിശബ്ദനാക്കാൻ വേണ്ടിയിട്ട് എന്ത് തരം പ്രവണതയും ചിലപ്പോൾ ചെയ്തേക്കാം. അദ്ദേഹം ഫിറോസൊക്കെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എൻ്റെ ജീവന് വരെ ആപത്താണെന്ന് പറയുന്ന കാര്യത്തിനകത്ത് എന്താ തെറ്റ്? നാളെ അയാൾ ഇന്ന് ഈ ദിവസത്തിന് ശേഷം അയാൾ എവിടെയെങ്കിലും വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നു, അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിച്ചെന്നാൽ എൻ്റെ ഉത്തരവാദി ഓൺലി വൺ പേഴ്സൺ, പൂക്കുട്ടി സാർ. കാരണം ഇവിടെ എവിടെയാണ് ഈ കാര്യം? ഒരു കോൺസ്പിറസി നടക്കുന്നു ഒരാൾക്കെതിരെ, ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പക്കാ കോൺസ്പിറസിയാണ് നടക്കുന്നത്. അയാളെ എന്തുകൊണ്ട് നശിപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പുറത്ത് വരും, അവൻ്റെ ആയുധമാണെന്നാണ് പറയുന്നത്, ഇതിനെ അവൻ ആയുധമാക്കും എന്നുള്ള കാര്യമാണ്. 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മെഡിസിൻ തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിലെടുത്ത് തന്നെ എനിക്ക് നിങ്ങളുടെ കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാലത്ത് ബലമായി പീഡിപ്പിച്ച് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടാണ്ടായല്ലോ കുഞ്ഞുണ്ടായത്. ഇനി റസൂലിക്കാൻ ഞാൻ ഒരു കാര്യം പറ്റേ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. എന്റെ ഓവർ കുബുദ്ധി, ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോൾ. ഞാൻ പറഞ്ഞോട്ടെ എന്ത് രക്ഷ ഞാൻ പറഞ്ഞോട്ടെ. പുള്ളിക്കാരത്തി വരെ പറഞ്ഞു നിങ്ങളുടെ ഓവർ കുബുദ്ധി എന്നൊരു കാര്യം. ഇവിടെ ഒരു ഡബിൾ ട്രിപ്പിൾ ഗെയിം കളിക്കുന്ന ഇദ്ദേഹം പൂക്കുട്ടി സാറിനെ ഇവിടെ സജിന ശരിക്കും പൂക്കുട്ടി സാറിനെ മുൾമുറി നിർത്തിയിരിക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ കടന്നുപോയത്. അതായത് നിങ്ങൾ എനിക്ക് ഒരു കുഞ്ഞിനെ തന്നു, നിങ്ങൾ ഞാനുമായിട്ട്, അഥവാ ഷാജിദത്തെ അദ്ദേഹത്തിൻ്റെ വൈഫ് ആ ഉള്ള സമയത്ത് തന്നെ ഇവർ തമ്മിലുള്ള കോൺടാക്റ്റ്, ഫിസിക്കൽ കോൺടാക്റ്റ്, മറ്റുള്ള കാര്യങ്ങൾ നടന്നതിനെക്കുറിച്ചും പറയുന്നു. അപ്പം ഈ ഒരു സാധനങ്ങളെല്ലാം അവിടെ പറയുമ്പോഴേക്കും മറ്റേ സൈഡിൽ നിന്ന് ആൾ പപ്പ അടിക്കുവാണ്. അപ്പോൾ ഈ പപ്പ അടിക്കുന്ന ആൾ ആ സമയത്തും ആളുടെ മനസ്സിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സാധനം എങ്ങാനും പബ്ലിക്കിലേക്ക് വന്നു കഴിഞ്ഞാലോ, പബ്ലിക് ഡൊമൈനിലേക്ക് വന്നു കഴിഞ്ഞാലോ, അത് പബ്ലിക് ഡൊമൈനിലേക്ക് വന്ന് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആരെയാണ് ആദ്യം ഒതുക്കാൻ ശ്രമിച്ചത്? ഈ ഫിറോസിക്കെ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ BMW കാറിൻ്റെ കേസ് നടക്കുന്നു. ആ വ്യക്തിയുടെ പേരിലുള്ള കേസിൻ്റെ അകത്തും ഒരാളുടെ കേസ് ആകുമ്പോഴേക്ക് വിലക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം ഇദ്ദേഹം ഈ വീഡിയോ ഇടയിൽ ഇദ്ദേഹത്തിൻ്റെ വോയിസിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. അതായത് ഇദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആര് നിന്നാലും, ഈവൻ സജിന നിന്നാലും സജിനയ്ക്കും പണി കൊടുക്കും. ആ തരത്തിലുള്ള പരിപാടിയാണ് ഈ മഹാനായിട്ടുള്ള നമ്മുടെ പറയുന്നത് ജേതാവ്. നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ് എന്തോന്ന് ആലോചിച്ച് നോക്കണേ. അത് ഞാൻ നീ തമ്മിലുള്ള ബന്ധം നീ കൂട്ടുകാരോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരത്തിയെ ബ്ലെയിം ചെയ്യുന്നുണ്ട് പുള്ളി. അപ്പോൾ എന്ത് തരം ഒരു 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 മൈൻഡ് സെറ്റാണ് ഇദ്ദേഹത്തിൻ്റെ ചിന്തിക്കണം. അയാൾ എന്ത് കാര്യം ചെയ്താലും അത് രഹസ്യ സ്വഭാവത്തോടു കൂടി നിലനിൽക്കുകയും ആ ഒരു കാര്യം പബ്ലിക്കിലെ കാര്യമുണ്ട്. പക്ഷേ സജന എന്നുള്ള വ്യക്തിയെ അദ്ദേഹം നമ്മൾ നേരിട്ട് സംസാരിച്ചപ്പോൾ പോലും എടാ മൂപ്പ, ഇപ്പം ഞാനൊരു മറ്റൊരു ബന്ധത്തിലേക്ക് പോയി, ഇപ്പം ഞങ്ങളുടെ ഡിവോഴ്സ് കഴിഞ്ഞു, ഞങ്ങൾ വേറൊരു ബന്ധത്തിലേക്ക് ഞാൻ പോകുന്നത് തെറ്റുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഒരു കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾ പൂക്കുട്ടിയോടോ മറ്റുള്ള ഏതെങ്കിലും വ്യക്തിയോടോ നിങ്ങളൊരു റിലേഷൻഷിപ്പ് അതിന് ശേഷം നിങ്ങളുടെ ബന്ധം ഒരാളുമായിട്ടുള്ള ബന്ധം നിർത്തിയതിനു ശേഷം തീർന്നതിന് ശേഷം ഡിവോഴ്സ് ആയതിനു ശേഷം നിങ്ങൾ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നതിന് ആർക്ക് എന്ത് പറയാനുണ്ട്? അതിൽ കുഞ്ഞുങ്ങളായാലും എന്താ പ്രശ്നമുണ്ട്? അവിടെ അവർ അതിനെല്ലാം റെഡിയാണ്. അതിനകത്ത് ആ കുഞ്ഞിൻ്റെ സംഭവത്തിനെ, പ്രഗ്നൻസിയെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർക്കത് പ്രശ്നമല്ല. പക്ഷെ ഇദ്ദേഹത്തിന് അത് പ്രശ്നമാണ്, ആരും അറിയാൻ പാടില്ല. അപ്പോൾ പിന്നെ അതിന് അത്തരം ബന്ധത്തിനെ കുറിച്ച് എന്താ പറയുക? ആ ബന്ധം എന്നുള്ള സംഭവം ഈ സജിനയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് സജിനയെ ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് മാറ്റാനുള്ളൊരു ബന്ധമാണോ? അല്ലല്ലോ. അപ്പോൾ പിന്നെ ആ ബന്ധത്തിന് എന്താ പറയുക? ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ സജിന എന്നുള്ള വ്യക്തിയെ പോലും ഇതിനകത്ത് ഇയാളുടെ മാസ്റ്റർ മൈൻഡ് കാരണം ഇദ്ദേഹം ഇവരെയും മാനിപ്പുലേറ്റ് ചെയ്തതാണ് വച്ചേക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സൈക്കോളജിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ഇദ്ദേഹം ഈ സ്ത്രീയെ പോലും യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യമായിട്ട് എനിക്ക് നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇതിനകത്തെല്ലാം പെട്ടുപോയിട്ടുള്ള ഹതഭാഗ്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഫിറോസിക്ക. അത് മനസ്സിലാവുന്നുണ്ട്.
റസൂൽക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞെങ്കിൽ പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂൽക്ക. ഇനി എനിക്ക് അല്ലല്ല ഇനിയിപ്പോ എനിക്ക് ഇനി എനിക്ക് പറ്റത്തില്ല അമ്മ. ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട് അമ്മ. എല്ലാം ഞാൻ നിങ്ങൾ കുടുംബക്കാരെ വിടാം. എന്നിട്ട് ഇയാൾ നമ്മളിങ്ങനെ സംസാരിച്ചതിന് ശേഷമല്ല ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്. ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റസൂൽ കുട്ടി. ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സജിന ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്കടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം വിവാന്ത കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടെ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ. ഇതെല്ലാം ഉണ്ടല്ലോ. ഞാൻ അതിൽ വലിയ ഷോക്കായിരുന്നു. ഷോക്ക്ഡോ എന്ത് നിങ്ങൾ കുഞ്ഞു ആവയല്ലേ ഷോക്ക്ഡായി പോലും. ആള് സ്വന്തം ഇഷ്ടപ്രകാരം രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയി അവർ ഇന്റിമേറ്റ് ആയിട്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഇദ്ദേഹം പറയുന്നു അതെനിക്ക് ശരിക്കും ഷോക്ക്ഡാണ്. ആ സമയത്ത് ഒന്നും അറിഞ്ഞില്ലേ ഷോക്ക്ഡ് ആവും എന്നുള്ള കാര്യം പോയോണ്ടോ വിചാരിക്കുന്നത്. കാരണം എനിക്ക് മറ്റേ ലണ്ടനിൽ നിന്ന് യുഎയിൽ നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്ട് ചെയ്യുക കുഞ്ഞിനെ ഇത്രയും കെയറിംഗ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം അത്രയും കെയറിംഗ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴാലും നിങ്ങൾ എൻ്റെ വീട്ടുകാർ പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്ക്, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്ക്. വേണ്ടായെങ്കിൽ ആദ്യം ഒന്ന് അബോട്ടായതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ശരി പ്രൊട്ടക്ഷൻ എടുക്കണേ ഒന്നല്ല 2 പ്രാവശ്യമായി അത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളെ സേഫ്റ്റി നോക്കിക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞുണ്ടാവുന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാ. എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത് ഈ കുഞ്ഞ് പോയപ്പോൾ പോലും ഞാൻ എന്നെനിക്കറിയാം ഞാൻ അത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്ന ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത് വീണ്ടും ഒരു കുഞ്ഞിനെ അല്ല തന്നത് അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പൊ നമ്മൾ കറക്റ്റ് നിങ്ങളെ പീഡിപ്പിച്ച് മേടിച്ച് സാധനം അള്ളാഹൊക്കെ ഇതിനകത്ത് ഇല്ലേ ഞങ്ങളോട് ഇൻജെക്ട് ചെയ്ത സാധനമല്ലല്ലോ ഞാനിത്. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണ് നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. ഒരു കാര്യം ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്നത് നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? ഇപ്പോൾ ഈ കേട്ടത് ഇതിന്റെ ഒരു സംഭവം ആലോചിച്ച് നോക്കണേ. അദ്ദേഹം ഒരു കുഞ്ഞിനെ ആ സ്ത്രീക്ക് അവരുടെ എന്താണ് ഒരു ലൈഫ് പാർട്ണർ പദവിയാണോ എന്ത് സംഭവമാണോ ഓഫർ ചെയ്തിരിക്കുന്ന അറിയത്തില്ല. എന്താണെങ്കിലും ഒരുമിച്ച് പോകുക എന്നുള്ള തീരുമാനത്തിലാണ് മുന്നോട്ട് പോയത്. അതിലൊരു കുഞ്ഞിനെ കൊടുക്കുകയും ചെയ്തിട്ട് അവസാനം ആ കുഞ്ഞായെന്നുള്ള കാര്യം മണ്ടത്തരമാണോ എന്നുള്ള കാര്യം തനിക്ക് പണി കിട്ടിയാലോ എന്ന് കരുതിയിട്ട് ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. ആ ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തിനോട് പറയാതെ തന്നെ ഇത് കുഞ്ഞിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ വ്യക്തി ഇത് ചിലപ്പം ഈവൻ എനിക്ക് തോന്നുന്നു ഫിറോസിക്ക പോലും ഇപ്പോൾ ഈ ചെയ്തേക്കുന്നത് സജനയ്ക്ക് പോലും ഗുണമുള്ള കാര്യമാണ്. കാരണം ഇല്ല എങ്കിൽ ഇതൊന്നും ആർക്കും അറിയത്തില്ല, ഇതിൻ്റെ തെളിവും പുറത്തു വന്നിട്ടില്ല. ഈ ഒരു സുപ്രഭാതത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സജനയ്ക്കും പറ്റിയെന്ന് വിചാരിക്കുക. ഇവിടെ എന്താണ് ഇതിൻ്റെ പുറകിൽ നടന്നതെന്ന് ആരെങ്കിലും അറിയോ? അതിനുശേഷം ഇത് പുറത്ത് വന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം ഈ വന്ന കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പെട്ടിരിക്കുന്നത് ഫിറോസിക്ക മാത്രമല്ല സജനയും കൂടെയാണ്. സജനയ്ക്കും കൂടെ ഉള്ളൊരു പണിയാണ് ഈ ഇദ്ദേഹം ട്രാപ്പ് ചെയ്തൊരു ഒരു ചിലന്തി വല കെട്ടിവെച്ചിരിക്കുന്നത് പോലെ ആ വെബിൻ്റെ അകത്ത് കൊണ്ട് നിർത്തിയത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ആരും അറിഞ്ഞിട്ടില്ല എങ്കിൽ ആ സാധനം എങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നേ അല്ലേ? കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്, വിശദമായിട്ട് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ നമുക്ക് എൻ്റെ ലൈഫിൻ്റെ സജിനയിൽ നിന്ന് കുറച്ചുകൂടെ മുന്നേക്ക് പോകേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരു കാരണം കുറേ അതിന് 2 വയസ്സായി. കുട്ടിയൊക്കെ ആയതിനു ശേഷം നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് വേറെ ഫ്ലാറ്റിലേക്ക് താമസമായി. അവിടുന്ന് തൊട്ടടുത്ത ഫ്ലാറ്റിലെ ഒരു സിനിമയുമായി ഈ ആൽബങ്ങൾ സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഹസ്ബൻഡ് അസോസിയേറ്റ് ഡയറക്ടറാണ്, ഇവർ അസിസ്റ്റൻ്റായിട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഇവർ മലപ്പുറത്ത് ഒരു ആൽബത്തിൻ്റെ വർക്കുമായിട്ട് ആ സമയത്ത് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ഞങ്ങൾ വീട്ടിലോട്ട് നല്ല അടുപ്പമായി. ഈ മലപ്പുറം ഒരു പുതുക്കാട് അങ്ങനെ പറഞ്ഞ വരുന്നു. ഒരാഴ്ച ഒക്കെ അവിടെ കാരണം ഒരു പാട്ടിനൊക്കെ ഒരാഴ്ച എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. അങ്ങനെ സജന വരുന്നു. ഞാൻ ഈ മൊബൈലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്ന ആദ്യമൊന്നും കണ്ടില്ല. പക്ഷേ പയ്യെ എനിക്ക് മനസ്സിലായി അതിനകത്ത് അതിൻ്റെ ഡയറക്ടറുമായിട്ട് സജന പ്രണയത്തിലാണെന്നുള്ളത്. അങ്ങനെ ഞാനത് പിടിക്കുകയാണ്. അത് ഷാനിഫ് ഐരൂർ എന്നാണ് അവൻ്റെ പേര്. ഗുഡ് ഈവനിങ്. ഷാനിഫ് ഐരൂരാണ്. ഒരു പ്രൊജക്ടിന്റെ ലൊക്കേഷനിലാണ് എല്ലാവരും ഉള്ളത്. ഒരുപാട് പ്രത്യേകത നിറഞ്ഞിട്ടുള്ള ഒരുപാട് അങ്ങനെ ഷാനിഫ് ഐരൂരെ ഞാൻ വിളിച്ചു അവൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ പറയുന്നു. അങ്ങനെ വലിയ വിഷയമാകുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഇപ്പം ഞാനുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നത് അവൾ ഇങ്ങോട്ട് വന്നതാണ് കാര്യങ്ങൾ. അവൻ കുറേ ഗ്ലോറിഫൈ ചെയ്ത് അവൻ്റെ കാര്യങ്ങൾ പറയുന്നു. അതങ്ങനെ ഒരു സംഭവമായിട്ട് അതൊരു വല്ലാത്ത സ്റ്റേജ് ആയിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞിട്ടും ഇവൾ പിന്നെ ഈ സജനയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പേടിയോ നാണോ മാനോ അങ്ങനെയുള്ള സാധനമൊന്നുമില്ല. ഏതറ്റം വരെ വേണമെങ്കിലും തൻ്റെ വിജയത്തിന് വേണ്ടി പോകും. താൻ എന്തിഷ്ടപ്പെടുന്നോ അത് നടത്താൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകും. ഇനി അവൾക്കൊരു അപ്പം ആ പ്രണയം പോലും അവൾ പറഞ്ഞാൽ ഞങ്ങൾ ചിലപ്പോൾ ഒളിച്ചോളൂ, നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് എന്നെ തിരിച്ചു വരാൻ തുടങ്ങി. അപ്പം ഞാൻ കുഞ്ഞുണ്ട്, ആ കുഞ്ഞ് 2 വയസ്സോളമായിട്ടുള്ള മകനാണ്. പിന്നെ അത് കൂടാതെ എൻ്റെ സെക്കൻഡ് മാരേജാണ്.
പിന്നെ ആ സമയമായപ്പോഴത്തേക്ക് ഓൾറെഡി ഇത്രയും 2 വർഷത്തോളം 2-2.5-3 വർഷമായില്ലേ ഞങ്ങൾ ജീവിച്ചു തുടങ്ങിയിട്ട് ഞാൻ സഞ്ജനയുമായിട്ട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റിലേക്ക് വന്നു. പക്ഷേ തിരിച്ചത് ഉണ്ടായിരുന്നില്ലെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഇതിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഷാനി ഫൈരൂർ അതിൻ്റെ ഡയറക്ടറായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പ്രൊഡ്യൂസർ നജീം കല്ലറ പാകിസ്ഥാൻ മുക്കിലുള്ള ഒരുത്തനാണ്. അവനാണ് ഈ ആൽബത്തിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അവൻ ഈ മലപ്പുറത്ത് വന്ന് കോട്ടയ്ക്കൽ പുതുക്കാട് വന്ന് സെറ്റിലായിരിക്കുകയാണ്. ഇങ്ങനെ ഈ സ്ഥിരം ഇങ്ങനെ ആൽബം ചെയ്യുന്നവരോ പെമ്പിള്ളേരെ കൊണ്ടുവന്നു ഇങ്ങനെ ആൽബം ചെയ്യുന്നവർ ഒരു ടീമാണ്. അങ്ങനെ ഇവൻ എന്തോ അവൻ്റെ ബാങ്കിൽ 1 കോടി രൂപ കൊണ്ട് ഇവനിപ്പോൾ ആരുമില്ല ഇവന് അതൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ഥിരം ചില ടീമുകൾ അടിക്കുന്ന നാടക ഡയലോഗ് ഉണ്ട്. അതൊക്കെ അടിച്ച് ഇവന് ഒരു സ്നേഹത്തിന് വേണ്ടി കുതിക്കുന്നതാണ് മറ്റേ കൈങ്കിൽ സാധനങ്ങൾ ഇതൊക്കെ അടിച്ചിട്ട് ഇവളുമായിട്ട് കണക്റ്റഡ് ആകുന്നു. അവസാനം ഒരു സുപ്രഭാതത്തിൽ സജിന ഇവൻ്റെ കൂടെ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. അത് എനിക്ക് സത്യത്തിൽ എന്തുവാടേ എന്തൊക്കെയാടേ ഞാൻ മരിക്കണോ വേണ്ട എന്നുള്ള സിറ്റുവേഷനാണ്. കാരണം ഈ കുഞ്ഞില്ലായിരുന്നു ഒരു പക്ഷേ ഞാൻ ഇവരെ ഉറപ്പായിട്ട് അതിനുള്ള പ്രതികാരം ഞാൻ വെയിറ്റ് ചെയ്യണം. പക്ഷേ ഈ കുഞ്ഞിന് വേണ്ടിയിട്ടും എനിക്ക് വല്ലാത്ത അവസ്ഥ ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് സജിനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ അവർ ഈ ജീവനെ വിളിക്കുന്നുണ്ട് പല പ്രാവശ്യങ്ങളിൽ. അപ്പോൾ ഇവർ ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ലീഗലി പോകാതിരിക്കാൻ വേണ്ടി ഒരു വിചിത്രമായ ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കി അത് വീഡിയോ എടുത്തിട്ട് എനിക്ക് ആ വീഡിയോ ഇട്ട് തന്നു. 8 വർഷങ്ങൾക്ക് മുന്നേ അയച്ച ആ വീഡിയോ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴത് ഐക്ലൗഡിലുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ചോദിക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിക്കുന്ന ഫിറോസിനോട് ജീവിക്കാൻ പറ്റണ്ട. എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എന്റെ ലൈഫിൽ നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ നീ എന്തെങ്കിലും അതായത് നാളെ ഒരു ലീഗൽ ഇഷ്യൂ വന്നാൽ അവൻ സേഫ് ആവാൻ വേണ്ടിയിട്ടാണ് അവൻ അത് പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും. അത് നിൻ്റെ ഇഷ്ടപ്രകാരമാണോ ഇത് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് സേഫ് ആവുള്ള ഒരു എഗ്രിമെൻ്റാണ് തയ്യാറാക്കിയത്. അങ്ങനെ ഞാൻ പക്ഷേ എനിക്ക് ആ സമയമൊക്കെ ഇവളടുത്ത് ഇവളി തെറ്റുകളൊക്കെ ചെയ്യുന്നെങ്കിൽ ഞാൻ ഇവിടെ കൂടെ ചേർക്കുകയാണ്. കാരണം എനിക്ക് അത്രമാത്രം ഒരു സ്നേഹമാണ്. ഈ ചിലർ ഇപ്പോൾ ഈ മനുഷ്യൻ്റെ ഒരു അവസ്ഥ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അതവിടെ നിന്ന് കഴിഞ്ഞില്ല, വീണ്ടും അടുത്ത് സഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവളെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചു. കുഞ്ഞിൻ്റെ കാര്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പുറത്ത് പറഞ്ഞാലുള്ള നാണക്കേടുകൾ ഇങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ട്. 2ാമത്തെ വിവാഹം ഇതിലെല്ലാം കൂടി അവളെ ഒരുപാട് ഞാൻ സ്നേഹിച്ചു പോയി, ഭയങ്കരമായിട്ട് സ്നേഹിച്ചു. അപ്പോൾ ഇതൊക്കെ കാരണമാണ് ഇവളുടെ തെറ്റുകൾ പോലും ഞാൻ വീണ്ടും കാരണം ഇങ്ങനെ ഒരു സ്റ്റേജ് ഒരാൾക്കും ഇങ്ങനെ ഒരു പക്ഷേ തെറ്റുകൾ പുറത്തു കൊടുക്കാൻ പറ്റില്ല. ലക്ഷത്തിലൊക്കെ ഒരാൾക്ക് ചിലവും പറ്റും. ഇങ്ങനെയൊക്കെ അവർക്കത് മനസ്സിലാവും എൻ്റെ ഫീലിങ്സ് എന്താണെന്ന്. അവന് മീറ്റു കേസിലൊക്കെ അവന് നേരത്തെയും അവന് പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ RS വിമൽ എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന് പറഞ്ഞൊരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പടം മാത്രമേ ഡയറക്റ്റ് ചെയ്തുള്ളൂ. എൻ്റെ പ്രൊഡ്യൂസർ കുത്തുവാള എടുത്തെങ്കിലും ഇവൻ അതിൽ നിന്ന് കോടികളുണ്ടാക്കി ഫ്ലാറ്റ് വാങ്ങി സ്റ്റുഡിയോ ഉണ്ടാക്കി ആ ഫ്ലാറ്റിനകത്ത് ഒരു ഏകദേശം 1 കോടിയോളം വരുന്ന തന്നെ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് ആ പ്രൊഡ്യൂസർ കുത്തോടെ എടുപ്പിച്ച് വിട്ട് 10 വർഷമായിട്ട് അടുത്ത പടം ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പക്ക ഫ്രോഡാണ്. ഓരോ പടങ്ങളുടെ ട്രailer അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പടങ്ങളിൽ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഓരോ സ്ത്രീകളെ വിളിച്ചിട്ട് ഉപയോഗിക്കണം എൻ്റെ പരിപാടി. അങ്ങനെ സജിനയും അവനുമായിട്ട് പ്രണയത്തിലാവുന്നു. അതൊരു അവരുടെ പ്രണയത്തിലായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാനത് പിടിക്കുന്നത്. അപ്പോൾ പിടിക്കുമ്പോഴത്തേക്ക് ഇവർ അതിന് മുമ്പേ തന്നെ പലയിടത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നു. ഒരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട് അവിടെ വെച്ച് കണ്ടിട്ട് അവരാണ് എൻ്റെ സത്യത്തിൽ വിളിച്ച് പറയുന്നത്. അതായത് ട്രിവാൻഡ്രത്ത് ലേക്ക് വ്യൂ ഐലൻഡ് റിസോർട്ട് അവിടെ വെച്ചിട്ടാണ് ഇവർ ആ റിസോർട്ടിൽ വെച്ചിട്ട് ഇവരെ കാണുന്നു. അങ്ങനെ അവിടുന്ന് എന്നെ ഇങ്ങനെ വിളിച്ച് പറയുന്നു. അങ്ങനെയാണ് ഞാൻ പിടിച്ചത്. അത് വലിയ വിഷയമായിട്ട് ലാസ്റ്റ് ഇവനെ പേടിയായിട്ട് ഞാൻ ലോക്ക് ചെയ്യുന്ന പേടിയായിട്ട് അവൻ അവിടെ എസ്കേപ്പ് ആയി. അപ്പോൾ ഈ സജിന ഇതൊക്കെ ഒരു കൂളായിട്ടാണ് കാണുന്നത്. അവൾക്ക് അപ്പോഴത്തേക്ക് അങ്ങ് നല്ല എന്താണ് ധൈര്യം. അവൾക്ക് എന്ത് വന്നാലും ഫൂസലില്ലാത്ത രീതിയിൽ അവൾ വലിയ ആർട്ടിസ്റ്റായി മാറി എന്നുള്ളത്. അതായത് ഞാൻ അവളെ കൊണ്ടുവന്നാണ് ബിഗ് ബോസിലായാലും അവളുടെ അഭിനയ മോഹം കൊണ്ട് എൻ്റെ കൂടെ ബിഗ് ബോസിൽ കൊണ്ടുവന്ന് ഞാൻ ഡാൻസ് പഠിപ്പിച്ച് ഡാൻസ് ഷോസിൽ കൊണ്ടുവന്നു. ഇത് അപ്പോൾ പലരും പറയാൻ നീ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അത് കുറച്ച് ടീമുകളുണ്ട്, ഹെവി ടീമുകളോട്ടാണ്. എല്ലാ ക്രിമിനൽസും പിന്നെ ഗുണ്ടകൾ വലിയ സാമ്പത്തികമായിട്ടുള്ള ഹെവി പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ടാണ് ഇവർക്ക് ഭയങ്കര കമ്പനി. ഇവർക്ക് ഈ കാലിക്കറ്റ് ഒരു ടീമുണ്ട്. അതിനകത്ത് ഉബി എന്ന് പറഞ്ഞിട്ട് ഉബൈദ് എന്ന് പറഞ്ഞിട്ട് ഒരാളുമായിട്ട് പ്രണയത്തിലാണ്. അങ്ങനെ അയാളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പോകുമ്പോൾ ഇവളുടെ കാർ ഇവളെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് കൂട്ടായിട്ട് അവളുടെ അതേ ക്യാരക്ടറാണല്ലോ സജിനെ. അവരെ ഇവിടെ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ്. കൊടൈക്കനാൽ കിട്ടുന്ന സംഭവം മാജിക് മഷ്റൂം ഇതൊക്കെ അടിക്കുക, ഇവർ മറ്റു പല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക. ഇങ്ങനെ അവർ എൻജോയ് ചെയ്ത് വേറൊരു ലോകത്താണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേദനയൊക്കെ നമുക്ക് അടിച്ച് പിടിച്ച് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഈ ഉബി, അതായത് ലക്ഷ്മിയുടെ ലവർ ഉബിയുടെ സുഹൃത്താണ് മാനു സീക്കോ, സുലൈമാൻ മാനു എന്നാണ് അറിയപ്പെടുന്നത്. അവന് റെബൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ലീസിനെടുത്തിട്ട് അത് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്, പിന്നെ അതുപോലെ മൊബിറ്റോ അങ്ങനെ ഒരു ഹോട്ടലെടുത്ത് റെൻ്റ് ഔട്ട് ചെയ്യുന്നതും ലീസിനെടുത്ത് റെൻ്റ് ഔട്ട് ചെയ്യുന്നത്, പിന്നെ പ്രീമിയം കാറുകളുടെ ബിസിനസ്, സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ ബിസിനസ് എന്ന് പറയും. പിന്നെ പല ഇല്ലീഗൽ പരിപാടിക്കും പുള്ളി പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈവൻ ഗോൾഡ് കടത്തിന് പോലും പുള്ളി പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിയും ഇവളുമായിട്ട് പക്ക പ്രണയത്തില്ല. ഇവർക്ക് ഒന്നാമത് ഈ ഗുണ്ടകളെ പോലെയുള്ളവരും ഇങ്ങനെയുള്ള ഫ്രോഡുകൾക്ക് എപ്പോഴും ഫ്രോഡുകളെയാണല്ലോ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ള ഇഷ്ടം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇവനുമായിട്ട് അങ്ങ് പക്ക പ്രണയത്തിലായി. അതും ഞാൻ പൊക്കുന്നു. ഇതൊക്കെ ഞാൻ ചുരുക്കി പറയുന്നത് ഇതൊരു ലോങ് പ്രോസസ്സാണ്. ഞാൻ ചുരുക്കി പറയുകയാണ്. കാരണം അങ്ങനെ അത് ഇവനുമായിട്ട് പ്രണയത്തിലാവുന്നു. അത് ഞാൻ പിടിക്കുന്നു. ഇവനെ പല പ്രാവശ്യങ്ങൾ പിടിക്കുന്നു. ഇവൻ്റെ നാട്ടിൽ പോയിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ലാസ്റ്റ് അവനുമായിട്ട് ബ്രേക്കപ്പ് ആവുന്നു. അപ്പോൾ അത് ഈ ലക്ഷ്മിയാണ് പരിചയപ്പെടുത്തുന്നത്. ലക്ഷ്മി അത് കഴിഞ്ഞുടനെ അടുത്ത ആളെ പരിചയപ്പെടുത്തി. എന്താ മോനെ, ഇത് ഒരു രക്ഷയില്ല കേട്ടോ. കേട്ടതിനെക്കാട്ടിലും വലുതാണ് സംഭവം. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് വേറെ ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിലും
ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ഇതെന്ത് സംഭവം? മറ്റേ ഇങ്ങനെ വീട്ടിൽ പോയി സംസാരിക്കുന്നത്. പൂക്കുട്ടിയുടെ സഹോദരൻ ഇപ്പോഴത്തെ കാര്യമാണ് നിങ്ങൾ വിളിച്ചിട്ട കാര്യം ചെയ്താൽ ഇനി സജിനയുമായിട്ട് സജിനെ പ്രൊട്ടക്ട് ചെയ്യാനോ സജിനെ കാണാനോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പറയും. ഇത് കാരണം ഞാൻ ഇനി തുറന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നു. ഇനിയും പുള്ളിയെ തുറന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഇത് പോകുന്നു. എൻ്റെ ഈ നോമ്പ് ഇതാക്കിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല റസൂൽ. ഓക്കെ, അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആളല്ല റസൂൽ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ നൈസായിട്ട് ഇതാക്കാൻ ശ്രമിക്കുന്നു. പിന്നെ നമ്മുടെ ചലച്ചിത്ര IFFK വെച്ച് കുട്ടികൾ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും, അറിയാമല്ലോ. കാരണം ഇവന് പല സ്ഥലത്ത് എനിക്കിപ്പോൾ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അതിലൊരു മെസ്സേജ് പാലക്കാട് നിന്ന് ഒരു പെണ്ണോട്ടം പ്രണയത്തിലാണ്. ഓരോ ജില്ലയിലൊരു ലേഡീസ് ഉണ്ട്. ഇത് കേരളത്തിൽ മാത്രം സംഭവമാണ്. ഇത് ചിലപ്പോൾ മിക്കവാറും കുറേ സാധനങ്ങൾ അല്ലാതൊക്കെ വരും കേട്ടോ. അത് ഞാൻ പറഞ്ഞേ, ഇത് വേറെ സംഭവമാണ് ഇത്. പുറത്തുള്ള കാര്യം ആലോചിച്ചു ഇവനെ, കാരണം ഇവനെ കണ്ടു കിട്ടാൻ ഇത്തിരി പാടാണ്. ഇവനെ പലപ്പോഴും റസൂലിനെ വിളിച്ച് വാൺ ചെയ്യുന്നു. അങ്ങനെ ഇവനെ എനിക്ക് കണ്ടു കിട്ടുന്ന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണല്ലോ. അങ്ങനെ അതിൻ്റെ ഒരു ഫെസ്റ്റിന് ഇവനോട് വരുമ്പോഴാണ് ഞാൻ ആ സ്റ്റേജിൽ ചെന്ന്, അന്ന് ഫ്രണ്ട് നിരയിൽ സജിനെ ഇരിപ്പുണ്ട് അവിടെ. ഞാൻ ഇവനോട് വരുന്നത് അറിഞ്ഞുകൊണ്ട് നേരെ കയറി സ്റ്റേജിൽ കയറി. അപ്പോഴത്തേക്ക് സജിനെ ഞാനോട്ടൊക്കെ ഓൾമോസ്റ്റ് അല്ല ഈ അടുത്തേക്കല്ലേ ഓൾറെഡി പിരിഞ്ഞ് തന്നെ നിൽക്കണം. പക്ഷേ ഇവൻ ഇത്ര ഡാമേജ് ചെയ്തിട്ട്, കാരണം എത്ര പ്രാവശ്യം ഞാൻ വിളിച്ച് പറഞ്ഞു എൻ്റെ വീട്ടിൽ പോയി എല്ലാ പ്രോസസ്സോടും ഒന്നോട്ട് 4 വർഷമൊക്കെ നടന്നുകൊണ്ടിരുന്നതായിരുന്നു. ഞാൻ അടുത്ത് എന്ന് പറഞ്ഞു, അതിനകത്ത് കയറി ഞാൻ അടുത്ത് പറഞ്ഞു, നീ എനിക്കിട്ട് പണി തന്നിട്ടൊക്കെ മറ്റു ആണുങ്ങളൊക്കെ വെറും കിഴങ്ങന്മാരാണെന്നുള്ള നിൻ്റെ തോന്നൽ, നീ എന്തായാലും കുടുംബമായിട്ട് സുഖമായിട്ട് ചെയ്യില്ലേ? അത് നാളെ ഒരിക്കലും എല്ലാം കണ്ടുകൊണ്ട് മേളൊരാളുണ്ട്, അയാൾ ഉറപ്പായിട്ടും നിനക്ക് പണി തരുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല ഇന്ന് ഇങ്ങനെ വന്നൊരു വീഡിയോ ചെയ്യേണ്ടി വരും എന്നുള്ളത്. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണവും ഇവർ തന്നെയാണ്. അതൊരു പക്ഷേ ദൈവം അങ്ങനെ ആക്കിപ്പിച്ചിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരിക്കും. അതുപോലെ തന്നെ ഈ റസൂലിൻ്റെ ഇൻഫ്ലുവൻസ് ചെറിയ ഇൻഫ്ലുവൻസ് ഒന്നുമല്ല. അത് എല്ലാ മേഖലയിലും ഉണ്ട്. പണമുണ്ട്, പൊളിറ്റിക്സിൽ പിടിപാടുണ്ട്, പോലീസുകാരായിട്ട് ബന്ധമുണ്ട്. അതിൽ ഒരു ഇരയാണ്, ഒരുപാട് ഇരകളുണ്ട്. എങ്കിൽ നമ്മൾ ഒരു ചെറിയ വാർത്ത കാണിക്കേണ്ടത് ഒരു BMW സൈനിക്ക് മേടിച്ചു കൊടുത്തിട്ട് 8 ലക്ഷത്തിന് മേടിച്ചു കൊടുത്തില്ല, ബാക്കി 1 ലക്ഷം സംതിങ് കൊണ്ട് കൊടുക്കാൻ പറ്റിച്ചു. അങ്ങനെ അവർ സ്ഥിരം വിളിക്കുമ്പോഴത്തേക്ക് അവനെ വെട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ലാസ്റ്റ് എറണാകുളത്ത് വെച്ചിട്ട് ആ വണ്ടി അവൻ എടുത്തുകൊണ്ട് പോയി. കാരണം ഒബ്വിയസ്ലി കാശ് ആകപ്പാട് ചെറിയ ലാഭം അവന് കിട്ടത്തുള്ളൂ. അങ്ങനെ 1 ലക്ഷത്തി സംതിങ് പൈസ കൊടുത്തിട്ട് വണ്ടി എടുത്തുകൊണ്ട് പറഞ്ഞിട്ട് ആ വണ്ടി എടുത്തുകൊണ്ട് പോയി. സജിന ഏതറ്റം വരെ വേണമെങ്കിൽ പോകുന്നത് 100% ഉറപ്പാണ്. ഈ ഓഡിയോ ഒന്ന് കേൾക്കുക. റസൂൽ പൂക്കുട്ടിയും സജിന ഡുമ്മായും സജിനയുമായിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ദിയയും കൂടെ ഒന്ന് പറഞ്ഞു മനസ്സിലായി എന്തുകൊണ്ടാണ് ദിയ ഇത്ര ചൂടായിരിക്കുന്നത് മനസ്സിലാവും. അന്നമ്മയുടെ സംഭവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ദിയയുടെ കാര്യം അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് തിരിഞ്ഞതാണ്. അപ്പൊ ഞാൻ ഈ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ടാണ് അവൻ ഇങ്ങനെ സ്റ്റാൻഡ് എടുത്തത്. അതിൽ ഞാൻ പറഞ്ഞു, ഈ 2ാമത് പ്രഗ്നൻസി ഉള്ള കാര്യം അത് സത്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു. കഴിഞ്ഞ റിപ്പോർട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല, അത് സത്യമല്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോഴാണ് വെറും ആയുധം. 4ാമത് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം സത്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്നുള്ള കാര്യം ഈ പുള്ളിക്കാരൻ പറയുന്നുവെങ്കിൽ അതിനകത്ത് തന്നെ ആലോചിച്ച് നോക്കണം. ഒരു ബാക്ക്ഗ്രൗണ്ട് പ്ലേ ഇവർക്കെതിരെ പോലും ആ പുള്ളി അപ്പോഴും പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരെന്തോ പുള്ളിക്കാരന് പണി കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കരുതിയിട്ട്. ഈ കാര്യം ഞാൻ സംസാരം പറ്റി എന്റെ അബദ്ധത്തിലാണെന്ന് പറഞ്ഞു ഭയങ്കര ചൂടാകുന്നു. അവരോട് പറയാം ചൂടാകാതെ ഞാൻ ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് മനസ്സിലാക്കാൻ പറയും. ഞാൻ ഒരു ആവശ്യമില്ല, എന്തിനെ നമ്മൾ മറ്റുള്ളവരോട് നമ്മളിപ്പോ നീതിയിലൂടെ പറയല്ലോ. ഇതിപ്പോ സംസാരിക്കുന്ന സജിനയോടല്ല. കാലം ഉണ്ടായിരുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഞാൻ ഷാരിയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് തൽക്കാലം കുറച്ച് സമയത്തേക്ക് ഒന്ന് മൂടിയിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഒരുപാട് കഴിയുമ്പോൾ നമുക്ക് പിന്നീട് നോക്കാം. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അല്ല, ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞു സൂര്യ, ഞാൻ സത്യം നേരത്തെ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം എന്താണ് നിങ്ങൾ ഇതിപ്പം നേരെ പോകാൻ പറ്റുന്ന സ്ഥിതിയിലാണോ റസൂൽക്കുട്ടി പോകുന്നത്? എന്താ വെച്ചാൽ നേരത്തെ അറിഞ്ഞാൽ അതിനുള്ള വഴി ഒപ്പിക്കാൻ എന്തെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞാൽ ഒന്ന് കണക്ക് വരുമ്പോൾ റസൂൽക്കുട്ടിയുടെ വായിന്ന് ഞാൻ അയാളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, അന്നമ്മയെ വിളിച്ചത് പറഞ്ഞു, അത് ഇതൊക്കെ വലിയൊരു വിഷയത്തിൽ പിന്നെ കാഴ നിൽക്കുന്നതാണോ വിചാരിക്കുന്നത്? ഞാൻ 100% വാക്കുകളാണ്. ഞാൻ അന്നമ്മയോ ഇവളുടെ കൂട്ടുകാരികളോ അച്ചായനോ ഇവൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനുമായിട്ടും സംസാരിക്കുന്നില്ല. ഞാൻ ഇന്നലെ മുതലുള്ള സംഭവം നിർത്തി. ഓക്കെ, അത് കഴിഞ്ഞ ദിവസം പോലും നിർത്തി എന്നുള്ളതാണ് ഇപ്പൊ ഉണ്ടായിരുന്നുള്ള അർത്ഥം. ഒരാളെ മാത്രം വിചാരിച്ച് വീണ്ടും ഞാൻ ഒരാളെ മാത്രം തെറ്റ് പറയുന്നില്ല. പക്ഷെ മറ്റേ സംഭവം പോയി എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3ാമത്തെ സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു. 3ാമത്തേത് എന്നോട് പറയാതെ എന്നെ നിർബന്ധപൂർവം എന്നോട് പറയാതെ ഇയാളെ പിടിച്ച് ഇയാൾ പറഞ്ഞിട്ടത് ഇയാളെ പിടിച്ച് അവര് മറ്റേ ഇത് നീ ബൈബിൾ ഫോളോ ചെയ്യുന്ന ഒരാളല്ലേ, ഒരാൾ അപ്പൊ എന്നോട് ചോദിക്കുന്നത് ഇക്ക എന്തുകൊണ്ടാണ് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ? കുറെ ഉണ്ട്. ഇത് നമ്മുടെ ഇത് വരുന്നുണ്ട്. പൈസ മതി എന്ന് പറയുന്നതൊക്കെ
എന്നിട്ട് പോലും ഞാനത് പറഞ്ഞു നിങ്ങൾക്കും അതറിയാം. ഞാൻ 10 കോടി വേണമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളും പറയുന്നുണ്ട് ആ 10 കോടി ഒന്നും കിട്ടാനല്ല എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം അത് ആ 10 കോടി എന്ന് പറയുമ്പോഴെങ്കിൽ നിങ്ങൾ എന്നെ കളഞ്ഞിട്ട് പോകാതിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ദേഷ്യത്തിൽ ഞാൻ എടുത്തും ഈ പറഞ്ഞ എടുത്ത് ഞാൻ സംസാരിച്ചിട്ടുള്ളത് സത്യം തന്നെ. അവരാരും ആകട്ടെ അന്നത്തെ ദിവസം ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു അവർ സത്താനും എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ സ്വാഭാവികമായിട്ട് പറഞ്ഞില്ല, ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്തത്. കാരണം ആ ഒരു ലേഡിക്ക് വയ്യാട്ടിരിക്കുന്നു, അവർക്ക് ഇതായതുകൊണ്ട് മാത്രമാണ് പലതും എനിക്ക് വേണ്ടി ഞാൻ സ്ട്രഗിൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ആ ദേഷ്യപ്പുറത്ത് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം അത് ശരിയാണ്. ദിയ എന്നുള്ളൊരു വ്യക്തിക്ക് സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അത് ദേഷ്യം വരും, സ്വാഭാവികമാണ്. കാരണം അത് ഒരു ലേഡിയെ കുറിച്ച് പറയുമ്പോൾ മേ ബി ദേഷ്യം വന്നതായിരിക്കും. അന്നമ്മയും ഞാനും ഉള്ള പ്രശ്നം ഇത് സംസാരിച്ചപ്പോൾ അന്നമ്മ പോകണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ നിന്നതും ആ സമയത്തുള്ള സംസാരം ഉണ്ടായ സംഭവങ്ങളാണ്. അന്നമ്മയ്ക്ക് ആ സമയത്ത് ഞാൻ ദിയയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അന്നമ്മയാണ് കളിക്കുന്നതെന്നുള്ള ട്രിഗറിങ് എനിക്ക് ഭയങ്കര തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ശരിയല്ല അപ്പോൾ ഞാൻ ആ ട്രിഗറിലാണ് ഞാൻ അന്നമ്മയ്ക്ക് ദിയയായിട്ട് സംസാരിച്ചുകൊണ്ട് അന്നമ്മ ഫോൺ എടുത്തിട്ട് അന്നമ്മ എന്റെ കൂടെ നമ്മൾ ഡബിൾ ഗെയിം കളിക്കല്ലേ അന്നമ്മ എന്ന് പറഞ്ഞ ആ ഒരു വാക്കിലാണ് അന്നമ്മയ്ക്ക് ഭയങ്കര കൊണ്ട് അവളും എന്റെ കൂടെ നല്ല ഞാൻ ഇപ്പം എനിക്ക് പോലും വരുന്നുണ്ട്. അന്നമ്മയും കളിച്ചുകൊണ്ടിരുന്നല്ല. അന്നമ്മയും അന്നോട്ട് എന്റെ ഉമ്മയെ കാലം എടുത്ത് പറയുന്നത് റസൂലിക്ക നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തിയല്ല, ഞങ്ങൾക്ക് പറയുന്നവരെയൊക്കെ നിന്റെ അടുത്ത് പറയുന്നത് വേറെ, ഞങ്ങളുടെ മോളെ നീ വിശ്വസിക്കല്ലേ, ഞങ്ങൾ റസൂലിക്കാനെ അളന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അന്നമ്മ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാക്കി. ഇവരുടെ സജനത്തയുടെ ചുറ്റുപാടുള്ള എല്ലാ മനുഷ്യന്മാരും ഇവരെ വാൺ ചെയ്തു, ഇദ്ദേഹം നിങ്ങൾ ചിന്തിക്കുന്ന ആളല്ല. ഓക്കെ, അതിന് നമ്മുടെ ഇത് വരട്ടെ. ഇപ്പം എന്നെ കുറിച്ച് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് അവരുടെ അടുത്ത് പറയുന്നത് ഞാൻ രണ്ടാമതും പ്രഗ്നന്റ് ആണെന്നുള്ളത് തെളിയിച്ചത് ചുമ്മാതെയാണെന്നുള്ളത്. അവൾ എന്നെ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നു. അപ്പൊ ഞാൻ അവിടെ ആരായി? ഞാൻ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇനി ഞാൻ ഒന്ന് ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ. ഞാൻ പറഞ്ഞോട്ടെ എന്ത് രക്ഷിക്കും ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളുടെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എനിക്ക് ഇങ്ങനെ സംസാരിക്കേണ്ട അവസ്ഥകൾ വന്നതും ഇതെല്ലാം നിങ്ങളെ ഓവർ കുബുദ്ധി, നിങ്ങളുടെ കുബുദ്ധി കാരണം. ഇനി എനിക്ക് റസൂലിക്ക എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ് എന്തോന്ന് ആണല്ലോ പുള്ളിക്ക് പ്രശ്നം അതാ, നീയാണ് എല്ലാവരുടെ അടുത്ത് പറഞ്ഞു നടന്നുള്ളതാണ്, ആരും അറിയാൻ പാടില്ലായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഇവരുണ്ടാക്കിയാൽ എവിടെയെങ്കിലും ഒരിടത്ത് വിളിച്ചിട്ട് കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു, ആരും അറിയത്തില്ലല്ലോ. അന്ന് മറച്ചോക്കേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ, ഞാൻ തന്നെയാണല്ലോ പറഞ്ഞത്. അല്ല ഇപ്പൊ അച്ഛനെ കോൺഫിഡൻസ് ചെയ്തിട്ട് അല്ല എനിക്ക് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യം, എടാ ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, ഞാൻ അവളെ ഇതായിട്ടുണ്ട്. എനിക്ക് അച്ഛൻ്റെ അടുത്തും ഷാലുവിന്റെ അടുത്തായാലും അച്ഛൻ്റെ അടുത്തായാലും ദിയെ അടുത്തായാലും അന്നമ്മ അടുത്തായാലും ഇനി എനിക്ക് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇതിനകത്ത് നടന്ന പ്രശ്നങ്ങളെല്ലാം റസൂലിക്കാണ് ഉണ്ടാക്കിയത്. അത് ഇപ്പം എനിക്ക് ബോധ്യമായിട്ടുണ്ട്. എനിക്ക് എന്റെ ഫ്രണ്ട്സിന് വേണം. എനിക്കിപ്പോ അവരില്ലെങ്കിൽ ലൈഫിൽ എന്നെ ഞങ്ങളിൽ നിന്ന് ഞങ്ങൾ അകത്തി ഞങ്ങൾ ഇത്രയും ശത്രുക്കളാക്കിയത് റസൂലിക്കാണ് എന്നുള്ളത് ഇപ്പൊ എനിക്ക് ബോധ്യമായി. അന്നമ്മ എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്, അന്നമ്മ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യമായി. അന്നമ്മ മോളെ നിന്നെ കുറിച്ച് പറയുന്നത് നീ വിശ്വസിക്കും, നീ മണ്ടേ പോലെ നിൽക്കല്ലേ മോളെ, അവളെന്നെ മോളെ എന്ന് വിളിച്ചിട്ടുള്ളൂ, അവളെന്നെ സിസ്റ്ററിനെ പോലെ കണ്ടിട്ടുള്ളത്, അതിപ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അച്ചായന്റെ അടുത്തുള്ള എന്റെ തെറ്റിദ്ധാരണയായിരുന്നു, അതും എന്റെ തെറ്റിദ്ധാരണയിൽ വന്നു പോയതാണ്. അത് ഞാൻ അച്ചായന്റെ അടുത്ത് മാപ്പ് പറയാം, എന്റെ ബ്രദറിനെ വലിയ കണ്ടിട്ടുള്ളൂ. പിന്നെ ദിയെ എടുത്തും ഈ ഒരു ദിയക്ക് ഇത് ട്രിഗർ ചെയ്ത് ഇതായിരിക്കും. ആരെ വിളിക്കണം എന്തോന്ന് അയാൾക്ക് തന്നെ കുരു തോന്നിക്കൊണ്ടിരിക്കുക, അയാൾ തന്നെ അത്രേ ഉള്ളൂ. അയാൾ തന്നെ അയാളെ കുരു തോന്നിക്കൊണ്ടിരിക്കണം. അയാളെ കുബുദ്ധി കുബുദ്ധി എനിക്കിപ്പോ എനിക്ക് തോന്നുന്നുണ്ട് ചെയ്യാനുള്ളത് തന്നെയാണ് റസൂലിക്ക. കാരണം ഇനി ചുമ്മാ നിന്ന് തന്നെ ഞാൻ പൊട്ടിയായിക്കൊണ്ടിരിക്കും, ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ ചീത്തയായിക്കൊണ്ടിരിക്കും, ഞാൻ മൊത്തത്തിൽ ചീത്തയായിക്കൊണ്ടിരിക്കും. കാരണം ഞാൻ ഇപ്പോഴും നിങ്ങളുടെ വാക്കാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഈ നിമിഷം വരെ ഞാൻ നിങ്ങളുടെ വാക്കാണ് വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ശരിക്കും ഡബിൾ എന്നല്ല ട്രിപ്പിൾ എന്നല്ല നിങ്ങൾ കളിക്കുന്ന ഗെയിം എന്റെ അടുത്ത് മൂപ്പൻ വരെ എന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞത് ഇനിയാണ് നമ്മുടെ മാസ് എൻട്രി ക്യാമിയോ റോളിൽ എത്തിയിട്ടുണ്ട്. ശരിക്കും ഡബിൾ എന്നല്ല ട്രിപ്പിൾ എന്നല്ല നിങ്ങൾ കളിക്കുന്ന ഗെയിം എന്റെ അടുത്ത് മൂപ്പൻ വരെ എന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞതാ. നിങ്ങൾ വിചാരിക്കുന്ന കല റസൂലിക്ക കുറെ പെണ്ണുങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. മൂപ്പൻ എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളോ മൂപ്പൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ അടുത്തറിയാവുന്ന കക്ഷിയാണ്. ഇനി സജിനെയൊക്കെ അറിയാവുന്ന മൂപ്പൻ വ്ളോഗിലെ മൂപ്പനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊക്കെ ഞാൻ എന്നിട്ടും ഞാൻ നിങ്ങളല്ല എന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടും ഞാൻ നിങ്ങളല്ല നിങ്ങൾ തന്നെ അത് മൂപ്പൻ ഇട്ടോളൂ. അത് നിങ്ങൾ ഇട്ടിട്ടില്ലെങ്കിൽ അതൊക്കെ നിങ്ങൾ ഇട്ടിട്ടില്ലെങ്കിൽ ഇട്ടേക്ക്, അത് എനിക്ക് വിഷയമല്ലല്ലോ. അതെ, പുള്ളിക്കാരന്റെ അങ്ങനെ സംഭവില്ലേ, പുള്ളി അത് വിടണ്ടേ, പുള്ളിക്ക് അതൊക്കെ ട്രിഗറായി. അത് അങ്ങനെ കേട്ടപ്പോ പുള്ളിക്കാരൻ അത് ഏത് പെണ്ണുങ്ങൾ അങ്ങനെ പറയാനിരിക്കുന്നത് അല്ലേ,
ഏത് പെണ്ണുങ്ങളെ കുറിച്ച് അങ്ങനെ പറയാനിരിക്കുന്നത്? ഏത് പെണ്ണുങ്ങളെ പറയാൻ? ഉണ്ടെങ്കിൽ കാലം തെളിയിക്കും, അത് വെളിയിൽ വരും. ഇപ്പം കാലം ഓരോ തെളിയിക്കില്ലേ? നിങ്ങളെ വായിന്ന് തന്നെ ഞാൻ അറിഞ്ഞു അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എനിക്ക് നിങ്ങൾ ഇതിനകത്ത് വേണ്ട വേണ്ട എനിക്ക് അമ്മച്ചി നിങ്ങൾ ഇതിനകത്ത് വേണ്ട എന്തിനാണല്ലോ പറഞ്ഞ കാര്യങ്ങൾ. നമുക്ക് ഇതിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു സംഭവത്തിന്റെ അകത്ത് ഞാൻ അന്നത്തെ ആ വീഡിയോ നിങ്ങൾ നോക്കി അറിയാം. മൂപ്പൻസ് വ്ലോഗിലെ മെയിൻ ചാനലിൽ കിടപ്പുണ്ട്. ആ വീഡിയോക്കകത്ത് രണ്ടാമത്തെ വീഡിയോ അതിനകത്ത് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പേഴ്സണലി സംസാരിച്ച കാര്യങ്ങൾ വീഡിയോക്കകത്ത് പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ഒത്തിരി നേരം സംസാരിച്ച് ഓൾമോസ്റ്റ് കുറേ നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംസാരിച്ചതിൻ്റെ അകത്തൊക്കെ ഞാൻ പറഞ്ഞു, നമ്മുടെ കൈകളിലേക്ക് എത്തുന്ന പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോഴേക്കും ഈ വ്യക്തി എന്ന് പറയുന്ന വ്യക്തി ഒന്നാം തരം പ്രശ്നക്കാരനാണ്, നിങ്ങൾക്ക് പണി കിട്ടാതിരിക്കാനുള്ള ശ്രമം നടത്തുക. അപ്പം പക്ഷെ ഒരു കാര്യം, അന്ന് ഞാനിത് പറഞ്ഞപ്പോൾ പോലും സജനാത്ത പറഞ്ഞു, അയ്യോ ഇല്ല മൂപ്പ, ആള് ഒരു സത്യം എന്നോട് പുള്ളിക്കാരി പറഞ്ഞതിങ്ങനെ നല്ലൊരു മനുഷ്യനാണെന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ ഈ പുറത്ത് വന്ന കുറേ കാര്യങ്ങൾ വെച്ച് കേൾക്കുമ്പോഴേക്കും പുള്ളിയുടെ ക്രൂക്കട്ട് മൈൻഡ് സെറ്റ്, അതിപ്പം സജനാത്ത തന്നെ ഇതിനകത്ത് പുള്ളിക്കാരനെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അവരുടെ പാസ്റ്റ് ലൈഫിൻ്റെ അകത്ത് നടന്ന ബന്ധങ്ങളും മറ്റുള്ള കാര്യങ്ങളുടെ അകത്തൊന്നും ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. കാരണം ഞാൻ പറയുന്നില്ല, അതിനകത്തൊന്നും ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. ഞാൻ എന്ത് കമൻറ്റ് ചെയ്യാനാ? അത് പറയാനുള്ള ഒരേ ഒരു അവകാശമുള്ളൊരു വ്യക്തിയാണ് ഈ ഒരു വീഡിയോയ്ക്കകത്തിരുന്ന് സംസാരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അതിൽ കയറി സംസാരിക്കാൻ ഞാൻ ആളല്ല, മനസ്സിലാകുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഫിറോസിക്ക തന്നെ പറയുന്നുണ്ട്, എന്നെയും സജിനെയും നന്നായിട്ട് അറിയുന്ന ഒരാളാണ് മൂപ്പൻ എന്ന്. കാരണം എനിക്കിവരെ രണ്ടുപേരെ അറിയാം. ഈ സീസൺ ആ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 3 അല്ലേ, മണിക്കുട്ടൻ വിന്നറായ ആ സീസൺ നടക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കടുത്ത ഫാനായ ഞാൻ ഭയങ്കരമായിട്ട് ഫാനിസം ബാധിക്കാത്ത ഒരാളാണെങ്കിൽ അങ്ങനെ ഫാനിസമൊക്കെ ബാധിച്ച് സത്യം പറഞ്ഞാൽ ഭയങ്കര ഞാൻ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അൾട്രാ പ്രോമാക്സ് ഒരു ടോക്സിക് ഒരു പീക്കിൽ നിൽക്കുന്നൊരു കാലഘട്ടം. അന്ന് ഞാൻ എന്തൊക്കെയാണ് യൂട്യൂബിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളത് അന്നൊക്കെ വീഡിയോ കണ്ടവർക്കറിയാം. നിങ്ങൾ പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്യും. കാരണം അത്രത്തോളം എന്നെ ആൾക്കാർ വെറുക്കുന്ന രീതിയിലേക്കായിരുന്നു ഞാൻ അന്നത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാലഘട്ടം തിരുത്തിക്കൊണ്ടിരിക്കുന്നു, മാറട്ടെ, ഇനിയും മാറട്ടെ. അപ്പോൾ അന്ന് ഞാൻ ഇവരെ സംഭവമല്ല, അപ്പം ഇവരെ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഇവർ പുറത്തായ സമയത്ത് ഞാൻ പിന്നെ വീഡിയോ നിർത്തിയ ഒരാളാണ്. അപ്പം അങ്ങനെ ഉള്ളൊരു വ്യക്തി സ്വാഭാവികമായിട്ടും ഞാൻ അങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്ന രണ്ട് വ്യക്തികൾ ഇങ്ങനെ ലൈഫിൽ അവരുടെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ അപഹാസ്യരാവുകയും ഇങ്ങനെ സോഷ്യൽ മീഡിയക്കകത്ത് ഇങ്ങനെ ഫൈറ്റ് നടക്കുകയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആസ് എ ബ്രദർ എന്നുള്ള രീതിയിൽ ഞാൻ രണ്ടുപേരോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് സോഷ്യൽ മീഡിയക്കകത്ത് ഇങ്ങനെ ഇട്ട് അലക്കാൻ ശ്രമിക്കരുത്. അതോടൊപ്പം തന്നെ ഞാൻ കേട്ട കാര്യങ്ങൾ, ഈ പുള്ളിക്കാരൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറേയധികം കോൺടാക്ട് ഉണ്ടാവില്ലേ, നമ്മൾ പല ആൾക്കാരും നമ്മളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. അതിനകത്ത് നിന്ന് കേൾക്കുന്ന പല കാര്യങ്ങളും ഭയങ്കര റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ പറയേണ്ടടുത്ത് പറഞ്ഞു, ആസ് എ ബ്രദർ എന്നുള്ള ലെവൽ രണ്ടുപേരോടും പറഞ്ഞു. ഓക്കെ, അത് അവർ കേൾക്കാതിരിക്കും. പക്ഷേ ഇതിപ്പം വീണ്ടും പബ്ലിക്കിലേക്ക് ഇതെത്തി. ഞാൻ പ്രതീക്ഷ ഇതൊക്കെ പ്രഡിക്റ്റബിളാണ്, ഇതൊക്കെ വരുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. ഓക്കെ, മൂന്നാമത്തെ ഒരു കാര്യം ചെയ്യും, അച്ഛനെ കോൺഫിഡൻസ് ഇട്ട് ഈ കാര്യങ്ങൾ പറ, സംസാരിച്ചേ പറ്റുള്ളൂ. എനിക്ക് നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ, എനിക്ക് അച്ഛനൊരു കാര്യങ്ങൾ സംസാരിച്ചേ പറ്റുള്ളൂ. അച്ഛൻ ഇങ്ങനെയൊക്കെയാണ്, ഇതിനകത്ത് നടന്നിരിക്കുന്നത് ഇങ്ങനെയൊക്കെ, എന്നെ തെറ്റിദ്ധരിച്ചു, ഞാൻ കാണിച്ച തെറ്റ് തന്നെയാണ്, കോക്കുറത്തും തന്നെയാണ്, നിങ്ങൾ സംശയിച്ചത് അത് ആ മെസ്സേജിൽ വന്ന സാധനമാണ്, എനിക്ക് അച്ഛനടുത്ത് പറയണം. പിന്നെ ഇതിനകത്ത് നിങ്ങൾ കളിക്കുന്ന കാര്യങ്ങൾ എനിക്ക് അവരുടെ പറഞ്ഞ് എനിക്ക് എൻ്റെ കാര്യങ്ങൾ സോൾവ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ 3 പാർട്ട് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നോക്കട്ടെ, ഇതിനകത്ത് ഇനി നമ്മൾ കവർ ചെയ്യാത്ത വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് വേണമെങ്കിൽ ഞാൻ ഇടാം. ഓക്കെ, അത് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതിനകത്ത് ഏതാണ്ട് മെയിൻ പാർട്ടുകളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഫിറോസിക്കയുടെ ന്യായങ്ങൾ അദ്ദേഹം പറയുന്നു. സജിന ആ പുള്ളിക്കാരിയുടെ വീഡിയോ അത് കാണണം. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സംസാരിക്കാനുള്ളതാണ്, സംസാരിക്കാം. നിങ്ങൾക്ക് ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? നിങ്ങളുടെ അഭിപ്രായം മാന്യമായി താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അടുത്ത വീഡിയോ കാണുന്നത് ഗൈസ്, ബൈ.